പറഞ്ഞു. നമ്മൾ ഇന്നു മുതൽ കട്ടപ്പനയിലൊരു പുതിയ ബ്യൂറോ തുടങ്ങുകയാണ്. ഇടുക്കിയിൽ തന്നെ ഇതോടെ 2 ബ്യൂറോകളായി മാറും 24-ന്. ഒന്ന് തൊടുപുഴയിലും ഒന്ന് കട്ടപ്പനയിലും. ഈ ഭൂമിശാസ്ത്രപരമായി ഇടുക്കി ജില്ലയുടെ കിടപ്പും വലിപ്പവും പരിഗണിച്ചാണ് ഒരു ബ്യൂറോ കൂടി ഇടുക്കിയിൽ തുടങ്ങാൻ തീരുമാനിച്ചത്. കുറച്ച് അധികം പ്രേക്ഷകർ ഈ കാര്യം ഇടുക്കിയിൽ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. കട്ടപ്പനയിലെ ബ്യൂറോയുടെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മൾ നടത്താൻ പോവുകയാണ്. നമ്മുടെ പ്രതിനിധി എസ് ശ്രീകാന്ത് അവിടെയുണ്ട്. അതുപോലെ ഈ കട്ടപ്പനയുടെ ബ്യൂറോയുടെ മേധാവി രാഹുൽ വിജയനായിരിക്കും. രാഹുൽ വിജയനും അവിടെയുണ്ട്. ആദ്യം നമുക്ക് ശ്രീകാന്തിലേക്ക് പോകാം. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ ബ്യൂറോകളുടെ എണ്ണത്തിൽ ഒരെണ്ണം കൂടി കൂടുന്നു. കട്ടപ്പനയിൽ നിന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത എന്താണ് നമ്മുടെ ബ്യൂറോ സംബന്ധിച്ച്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. നമ്മുടെ ഒരു ബ്യൂറോ കൂടി വരുന്നു, ഇന്നു മുതൽ തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ സന്തോഷം നൽകുന്ന, അഭിമാനം നൽകുന്ന ദിവസമാണ്. കട്ടപ്പനയിൽ ഈ പാറക്കടവ് ബൈപ്പാസിന് തൊട്ട് സമീപത്താണ് നമ്മൾ ഈ പുതിയ ബ്യൂറോ തുടങ്ങാൻ പോകുന്നത്. എസ് കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഇടുക്കി ജില്ലയുടെ എല്ലാ തരത്തിലുള്ള വാർത്തകളും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് നമുക്ക് ഇത്തരത്തിൽ ഒരു ബ്യൂറോയുടെ കൂടി ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം ഹൈറേഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ തോതിൽ വാർത്ത വരാനുണ്ട്. ആ വാർത്തകളെല്ലാം തന്നെ ഒപ്പിയെടുക്കാൻ നമുക്ക് ഒരു ബ്യൂറോ കൂടി എത്തുകയാണ്. ഇടുക്കിയിൽ ഇത്രകാലവും നമ്മുടെ റിപ്പോർട്ടറായി സേവനം അനുഷ്ഠിച്ചു പോന്നിരുന്ന, തൊടുപുഴ കേന്ദ്രീകരിച്ച് സേവനം അനുഷ്ഠിച്ചു പോന്നിരുന്ന രാഹുൽ വിജയനാണ് ഈ കട്ടപ്പന ബ്യൂറോയുടെ മേധാവിയായി വരുന്നത്, ബ്യൂറോ ചീഫായി വരുന്നത്. നമ്മുടെ കൂട്ടത്തിലെ മിടുക്കനായ റിപ്പോർട്ടർമാരിൽ ഒരാൾ എന്ന രീതിയിലാണ് നമുക്ക് രാഹുൽ വിജയനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. രാഹുൽ വിജയൻ കട്ടപ്പന ബ്യൂറോയിലേക്ക് എത്തുന്നു. ഞാൻ രാഹുൽ വിജയന് മൈക്ക് കൈമാറുന്നു. അദ്ദേഹമാണ് ഇന്നു മുതൽ ഈ ബ്യൂറോ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കട്ടപ്പനയിൽ പുതിയൊരു ബ്യൂറോ തുടങ്ങുക എന്ന് പറയുമ്പോൾ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇടുക്കി ഇത്രയും വലിയ ജില്ലയാണ്. മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നമ്മൾ വാർത്തകൾ കൊടുക്കുമ്പോഴും സ്പോട്ടിലെത്തി നമുക്ക് ലൈവുകൾ കൊടുക്കാൻ ഒരു അല്പം താമസം പലപ്പോഴും നേരിട്ടുണ്ട്. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എങ്കിൽ കൂടിയും ഇനി അത് മറികടക്കാൻ കഴിയും. പെട്ടെന്ന് ആ സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിച്ചേർന്ന് ലൈവ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ കട്ടപ്പന ബ്യൂറോ തുടങ്ങുന്നതോടുകൂടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ബ്യൂറോ ഔദ്യോഗികമായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റീജിയണൽ ചീഫ് എസ് ശ്രീകാന്ത് തന്നെ ഇതിന്റെ നാട് മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യും എന്നുള്ളതാണ്. ഞാനിവിടെ നിന്ന് കൈയടിച്ചേക്കാം. ഓക്കെ, എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു. കട്ടപ്പന ബ്യൂറോ ഈസ് ഓപ്പൺഡ്. അപ്പോൾ ശ്രീകാന്ത്, നമ്മുടെ കൊച്ചി ബ്യൂറോയുടെ റീജിയണൽ മേധാവിയാണ് ശ്രീകാന്താണ് ഔപചാരികമായി ഈ കട്ടപ്പന ബ്യൂറോയുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുന്നത്.